ഹലോ ഫ്രണ്ട്സ്, ഹരികൃഷ്ണൻ കോൺവെർസേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ മോഹൻലാലിൻ്റെ ഒരു പഴയ 3 സിനിമകൾ കണ്ടായിരുന്നു. ഈ 3 സിനിമകളിലും സംഭവിച്ചിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ളൊരു അകൽച്ച, അവർ തമ്മിലുള്ള പ്രശ്നം, അവരുടെ സ്നേഹം, പിന്നെ അവസാനം അച്ഛനും മകനും വീണ്ടും ജീവിക്കാൻ തുടങ്ങുമ്പം അച്ഛൻ മരിച്ചു പോകും. അങ്ങനെ എനിക്ക് തോന്നിയത് 3 സിനിമയാണ്. ഒന്നാമത്തത് സ്ഫടികം, രണ്ടാമത്തത് നരസിംഹം, മൂന്നാമത്തത് രാവണപ്രഭു. ഈ 3 സിനിമയിലും അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹവും അവരുടെ ആ ഒരു അകൽച്ചയും അവസാനം വീണ്ടും അച്ഛനും മകനും തമ്മിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ മരിച്ചു. ഇവർ തമ്മിലുള്ള ഇപ്പം അച്ഛൻ മകൻ കോമ്പിനേഷനുള്ള സീനുകളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ രാവണപ്രഭുവിനകത്ത് കുറച്ചും കൂടുതലുണ്ട്. ഇപ്പം കാർത്തികേയൻ്റെ അമ്മ മരിക്കുമ്പോൾ കാണാൻ പോകുന്നതും, പിന്നെ അച്ഛനെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്, പിന്നെ അവസാനത്തെയൊക്കെ സീന് കുറച്ചുണ്ട് മറ്റ് 2 സിനിമകളേക്കാൾ കുറച്ചും കൂടെ രാവണപ്രഭുവിനകത്തുണ്ട്. പക്ഷെ എന്നാലും അവസാനം മറ്റ് 2 സിനിമയിലൊക്കെ സംഭവിച്ചതുപോലെയാണ് സംഭവിക്കുന്നത്. അച്ഛൻ മരിച്ചു. പക്ഷേ ഈ സിനിമകൾ കാണുമ്പം നമുക്ക് അത്രയും പെട്ടെന്ന് ഈ സാധനം കിട്ടത്തില്ല. അയ്യോ, ഇപ്പോൾ രാവണപ്രഭുവിൻ്റെ അകത്ത് നടന്ന കാര്യം തന്നെയാണല്ലോ നരസിംഹത്തിൻ്റെ അകത്ത് നടന്നത്, നരസിംഹത്തിൻ്റെ അകത്ത് നടന്നത് തന്നെയാണല്ലോ സ്ഫടികത്തിനകത്ത് തിലകൻ മരിച്ചുപോലോ എന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അത് ആ സിനിമയുടെ ആസ്വാദനവും മോഹൻലാലിൻ്റെ അഭിനയവും മറ്റ് ആർട്ടിസ്റ്റുകളുടെ അഭിനയമാണ് നമ്മളെ അങ്ങനെ തോന്നിക്കാതെ ആ സിനിമയെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് നന്നായി ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം മറ്റ് സിനിമകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഇത് നന്നായിട്ടൊക്കെ ശ്രദ്ധിച്ച് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ, സബ്സ്ക്രൈബ്.